മഞ്ചലിൽ ഇരട്ടക്കുട്ടികളെയും യുവതിയെയും കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ച് കഴിഞ്ഞ ഒക്ടോബർ 15-നാണ് മാതൃഭൂമി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് അന്വേഷണം അങ്ങനെ ഊർജിതമാകുന്നത്. മാതൃഭൂമി ന്യൂസ് നൽകിയ ആ റിപ്പോർട്ടിലേക്ക് വീണ്ടും. വയസ്സുണ്ടായിരുന്ന രഞ്ജിനി എന്ന് പറയുന്ന പെൺകുട്ടിയെയും അവരുടെ 17 ദിവസം മാത്രം പ്രായമായിരുന്ന ഇരട്ട പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയ വീടാണിത്. ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് സൈനികരായിരുന്ന ആൾക്കാർ, ഈ അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ദിവിൽ കുമാർ, അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ്, അവർ രണ്ടുപേരും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ 17 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഈ മുറിക്കകത്ത് വെച്ചാണ് കൊന്നത്. അമ്മയായിട്ടുള്ള രഞ്ജിനിയെ സമീപത്തുള്ള ഈ മുറിയിലേക്ക് വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വളരെ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് കഴുത്തിൻ്റെ ഈ ഭാഗം മുറിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ആ കേസിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് CBI കേസ് ഏറ്റെടുത്തു. പക്ഷേ 18 വർഷമായിട്ടും ഈ സൈനികരായിരുന്ന പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കേസിൽ പ്രധാനപ്പെട്ട ഒന്നാം സാക്ഷിയായിരുന്ന വ്യക്തി അന്ന് വാർഡ് മെമ്പറായിരുന്നു, ഇന്ന് വാർഡ് മെമ്പറാണ്. അത് ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? 18 വർഷമായിട്ട് ഈ 2 കൊലപാതകളെ കിട്ടിയിട്ടില്ല. പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അന്ന് ഞങ്ങളുടെ ആവശ്യം, ഇന്ന് ഞങ്ങളുടെ ആവശ്യം. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയാണ്. സൈനികനായ ദിവിൻ കുമാറുമായി രഞ്ജിനി പ്രണയത്തിലായിരുന്നു. പിന്നീട് രഞ്ജിനി ഗർഭിണിയാകുന്നു, ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള DNA പരിശോധനയ്ക്ക് വേണ്ടി ഈ ദിവിൻ കുമാറിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല. ആ സമയത്ത് പഞ്ചാബിൽ കരസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ദിവിൻ കുമാർ. കരസേനയിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് വരികയും നാട്ടിലെത്തി സുഹൃത്തായിട്ടുള്ള രാജേഷിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ വെച്ച് ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളക്കരയാകെ നടക്കിയ കൊലപാതകം 18 വർഷം പിന്നിടുമ്പോഴും ഈ പ്രതികളെല്ലാം തന്നെ ഒളിവിലാണ്. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ആ പ്രതികൾ നിയമത്തിന് മുന്നിൽ വന്നേ മതിയാകൂ. ആ ആവശ്യമാണ് അഞ്ചലിലെ ജനങ്ങളും ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷവും കേസുകളിൽ തുമ്പില്ലാത്ത സാഹചര്യം, പ്രതികളെ കണ്ടെത്താത്തതുമായി ബന്ധപ്പെട്ട സാഹചര്യമൊക്കെ വെളിവാക്കിക്കൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഇത്തരമൊരു പരമ്പര നേരത്തെ നൽകിയിരുന്നത്. ആ പരമ്പരയിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തത് ഈ ഒരു കേസായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലാകുന്നത്. ശ്യാം പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്യാം, അങ്ങനെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നീതി പുലരും, എവിടെയെങ്കിലും തെളിവുകൾ അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ CBIക്ക് സംബന്ധിച്ചോളം ഇത്ര വർഷത്തിന് ശേഷം ഒരു കേസിലെ പ്രതികളെ പിടികൂടുക എന്നത് അപൂർവങ്ങളിൽ ഒന്ന് തന്നെയാണ്. അന്ന് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നാട്ടിൽ ഈ പ്രതികൾ മുങ്ങിയതിന് ശേഷം പല കിംവദന്തികളും പരന്നിരുന്നു പ്രതികളെ സഹായിക്കാനായി. കാരണം കാശൊക്കെയുള്ള വലിയൊരു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി. അപ്പോൾ അവർക്കൊക്കെ ബാഹ്യമായ സഹായങ്ങൾ ലഭ്യമായിരുന്നു എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ ലഭ്യമായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇവരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഇവർക്ക് ഇവിടെ ഒളിവിൽ താമസിക്കാൻ മറ്റാരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇവരെ നാട്ടിലേക്ക് എത്തിക്കണം, അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചോ CBI? നിലവിലിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും CBI ഇവരെ കൊച്ചിയിലെ CJM കോടതിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും CBI ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും മറ്റുമായിട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും മറ്റ് ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ CBIയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഈ സംഭവത്തിന് ശേഷം ഇവർ ആ സ്ഥലത്ത് നിന്ന് മുങ്ങി, അതിനുശേഷം ഇവർ രാജ്യം വിട്ടു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പലതരത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലാണ് പിന്നീട് CBI ഇത്തരത്തിൽ ഇനാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കണ്ടെത്തുന്നവർക്കായി പ്രഖ്യാപിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. കാരണം CBIയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കീറാമുട്ടിയായ കേസായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവതിയെയും 2 പെൺകുട്ടികളെയും, കേവലം 17 ദിവസം മാത്രമുള്ള പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയ, അതും പ്രത്യേകിച്ച് സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ 2 പേർ, അവർ 2 പേരെയും കണ്ടെത്തുക എന്നത് CBIയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനിടയിലാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് ഇവർ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിയിലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ CBIക്ക് ലഭ്യമാകുന്നത്. പിന്നീട് CBI അവിടെ
അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും മറ്റുമൊക്കെയാണ് ഇവരിലേക്ക് എത്തിയത്. ഇവർ അവിടെ പോണ്ടിച്ചേരിയിൽ താമസിച്ചിരുന്നത് തന്നെ ആൾമാറാട്ടം നടത്തി തന്നെയാണ്. അവിടെ നിന്ന് തന്നെ ഒരു ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് മറ്റൊരു പേരിൽ ആധാർ കാർഡും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് മറ്റൊരു ജോലിയും ഒക്കെ തരപ്പെടുത്തി അവിടെ കഴിയുകയായിരുന്നു. അവിടെ 2 അധ്യാപകരെയാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നൊരു സംശയം ഉയർന്നത് ഇവർക്ക് സൈനികരിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളായ സൈനികരിൽ നിന്നുമൊക്കെ തന്നെ സഹായം ലഭ്യമാകുന്നു എന്ന ചില കിംവദന്തികളും ചില അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ 18 വർഷക്കാലം അത് ഈ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു അവർ കേന്ദ്രീകരിച്ചത്? മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റോ സാന്നിധ്യമുണ്ടായിരുന്നോ? ഇവിടെ ഇപ്പോൾ കുടുംബവുമായി മറ്റ് ഈ 2 പേരും വേറെ വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ താമസിക്കുന്ന സമയത്ത് തന്നെയാണോ CBI എത്തുന്നത്? CBIക്ക് ഒരു വഴിത്തിരിവായി ഈ കേസിൽ തുമ്പ് എങ്ങനെയാണ് ലഭിച്ചത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പ്രാഥമികമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ലഭ്യമായിരുന്നിരിക്കണമല്ലോ. സാധാരണഗതിയിൽ ഈ തെളിയിക്കപ്പെടാതെ പോയ കേസുകൾ CBI ഇത്തരത്തിൽ പലതവണ വീണ്ടും ഒരു അന്വേഷണം പോസ്റ്റ്മോർട്ടം എന്ന നിലയിൽ പോലെ ഒരു പുനരന്വേഷണം ഇത്തരത്തിൽ CBI തന്നെ പല വിങ്ങുകളായിട്ട് നടത്താറുണ്ട്. അത്തരത്തിലൊരു പുനരന്വേഷണം പോലെ ഈ കേസും അങ്ങനെ നടത്തിയതാണ്. പക്ഷേ എന്നാലും CBIയുടെ പക്കൽ പലതരത്തിലുള്ള തെളിവുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇവരാണ് പ്രതികൾ എന്നത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവരെ കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു CBIയുടെ ലക്ഷ്യം. അങ്ങനെ ഈ 2 പേരെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പോണ്ടിച്ചേരിയിൽ ഇത്തരത്തിൽ 2 ആളുകൾ ഉണ്ട് എന്ന തരത്തിൽ CBIക്ക് ബോധ്യമാവുന്നത്. അത് പിന്നീട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിന് ഏകദേശം സമയമെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്. അവിടെ ഇവരൊരു തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് തൊഴിൽ ചെയ്യുകയാണ് എന്നാണ് CBIയിൽ നിന്ന് മറ്റും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ അവിടെ അവർക്ക് കുടുംബമുണ്ട്. ആ കുടുംബത്തിലായി 2 കുട്ടികൾ മറ്റും ഉണ്ട് എന്നാണ്. ഇവർ 2 പേരും ഒരുമിച്ചാണ് ഈ തൊഴിൽ എടുക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. ഈ ദിവിൽ കുമാറിനെ സഹായിക്കാനായിട്ടാണ് ആ ഘട്ടത്തിൽ, അതായത് ഈ പഞ്ചാബിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ CBIയെ സംബന്ധിച്ചുള്ള അന്വേഷണ മികവിന്റെ ഒരു ഉദാഹരണം കൂടി ഉണ്ടാകുന്നു. 18 വർഷത്തിന് ശേഷം ഒരു കേസിൽ യുവതിയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ സൈനികരായ പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലാകുന്നത്. ശ്യാം പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.